എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഹൗ കം? എങ്ങനെ ഈ രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യും? ഞാൻ എന്നെ നമുക്കൊരു സിനിമ ഒരു ഫാഷനാണ്. എൻ്റെ വരുമാനത്തിൻ്റെ 50% എഡ്യൂക്കേഷനാണ് ചടങ്ങ്. ഈ ലാസ്റ്റ് മൊമെന്റ് ഒരു എമ്പുരാൻ എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അല്ലേ? ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആദ്യം കയറുമ്പോൾ അതാ പറയുന്നത്, സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കട്ട് ചെയ്യുക, ഫോൺ ഓഫാക്കി സൈഡിൽ വെക്കുക. ലാസ്റ്റ് ഇയറിൽ അയാൾക്ക് കിട്ടിയ ജോലിയുടെ സാലറി എത്രയാണ് സാർ? 1.2 crore. 1.2 crore ആണ് സാലറി. അങ്ങനെയാണ് ഇത് ലോട്ടറി അല്ലേ? അതിപ്പോൾ പൃഥ്വിരാജിന് ഏറ്റവും നല്ല എക്സലന്റ് ഡയറക്ടറാണെന്ന് നിരൂപിച്ചൊരു പടമാണ്. സാറ് പടം കണ്ടിരുന്നോ? കാണാണ്ട് എടുക്കാൻ പറ്റില്ല. അതെ. നമസ്കാരം. ഞാൻ ഇന്ന് ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഫ്യൂ തിങ്സ് ഹാവ് ടു ബി മാർക്ഡ് ഇൻ ദ ഹിസ്റ്ററി. അങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ദിവസം കഴിഞ്ഞ ജൂണിൽ നമ്മളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുക. വിത്തിൻ ആൻ ഇയർ, ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ആ ബ്രാൻഡ് ഒരു അച്ചീവ്മെന്റിന്റെ അങ്ങ് കൊടുമുടിയിലെത്തുക. ഐ എം ടോക്കിംഗ് അബൌട്ട് എം സിഗ്മ ഗോകുലം നമ്മൾ കഴിഞ്ഞ ജൂണിൽ ലോഞ്ച് ചെയ്തു. അന്ന് നമ്മൾ പ്രോമിസ് ചെയ്ത് വി വിൽ ബിൽഡ് എ നേഷൻ വിത്ത് ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് എന്നാണ്. അതിന് എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ഇന്ന് നമ്മൾ 5ാം റാങ്ക്. ഇന്നലെ ഗേറ്റിന്റെ റിസൾട്ട് വന്നു. 5ാം റാങ്കാണ് നമ്മൾ അക്വയർ ചെയ്തത്. 20ഓളം റാങ്കുകൾ, 100-ന് താഴെ 20ഓളം റാങ്കുകൾ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുന്നു. അതിനുള്ളിൽ വിത്തിൻ ആൻ ഇയർ, ഒരു കൊല്ലം തികയ്ക്കുന്നതിന് മുമ്പ് 5ാം റാങ്ക്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഇംപോസിബിൾ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും, ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള എല്ലാവരും ഇന്ന് നമ്മളിവിടെ ഒത്തുചേരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എം സിഗ്മ ഗോകുലത്തിന്റെ ഫുൾ ബാക്ക് ബോൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു മൊത്തം ടീമാണ് എൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ ഒരു ഫേസ് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ അറിയാൻ ആർക്കും ഈ ഫേസ് കണ്ടാൽ തന്നെ ആരാന്നറിയാം. അപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് കാണുമ്പോൾ കുറച്ച് ദിവസമായിട്ട് എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഓപ്പൺ ഇറ്റ് ഇസ് യു. എവിടെ നോക്കിയാലും എമ്പുരാനും ഗോകുലം ഗോപാലനും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോൾ വേറെ ഒരു വാർത്തയില്ല. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയായിരുന്നു, യൂഷ്വലി ചില ഹൈ ബിഗ് ബണ്ട സിനിമ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സിനിമ നോക്കും, സിനിമ ഇരിക്കും, ലാസ്റ്റ് ആ സിനിമയുടെ അവസാനം ടെയിലെൻഡിൽ ഒരാളെ കൊണ്ടങ്ങ് ഇറക്കും, ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും. അവസാനം സിനിമ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അതുപോലെയാണ് ലൂസിഫർ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. ലാലേട്ടൻ്റെ സിനിമ, ആശീർവാദ് പ്രൊഡക്ഷൻ്റെ സിനിമ, പൃഥ്വിരാജിന്റെ ഡിറക്ഷൻ. ഇപ്പം ഇതൊന്നുമില്ല. ഇപ്പം ഗോകുലം ഗോപാലൻ, എംപുരാൻ, ഇത് രണ്ടുമാണ് നമ്മൾ കേൾക്കുന്നത്. ഓൺ ദ സെയിം ടൈം ഇന്നലെ നമ്മളെല്ലാവരും ഭയങ്കര ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ, അങ്ങനെയാണ് ഈ ഒരു ഗേറ്റിന്റെ റാങ്ക് വന്നത്. അപ്പം അവിടെ കേൾക്കുമ്പോഴും എം സിഗ്മ ഗോകുലത്തിനാണ് ഇത്രയും ലക്ഷം കുട്ടികളുടെ ഇടയിൽ ഈ ഒരു എന്താ പറയുക 5th റാങ്കും 69th റാങ്കും നമുക്ക് കിട്ടിയത്. അപ്പം ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു, എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ രണ്ടും ഒരു ബന്ധമില്ലാത്ത കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഹൗ കം? എങ്ങനെ ഈ രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്? ഇതൊരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്, ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഏത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവൃത്തി അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാതെ നമ്മളത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒന്ന്. രണ്ടാമത് നമ്മളൊന്നും കരുതി കൂട്ടിയിട്ടല്ല, നമ്മൾ ഓരോ കാര്യത്തിൽ ഞാൻ എന്നെ സംബന്ധിച്ചൊരു സിനിമ ഒരു പാഷനാണ്. അപ്പം എൻ്റെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ് സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ മെഡിക്കൽ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശ്രമിക്കുന്ന ആളുകളെ കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 കുട്ടികൾ ഇന്ത്യയിലെ 5ാമത്തെ റാങ്ക്, ഗേറ്റ് എക്സാമിൽ 5ാമത്തെ റാങ്ക്, ഇന്ത്യയിലെ കേരളത്തിലെ 1ാമത്തെ റാങ്ക്. ഇദ്ദേഹം അതായത് 77 റാങ്ക് എന്നല്ല, എല്ലാം ഒരു സാധാരണ വ്യത്യാസം, ഒരു 0.5 അത്ര വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം റാങ്ക് മാറുന്നത്. ഇപ്പൊ 100 പേരിൽ കീഴിലുള്ള 2 പേര് ഇപ്പോൾ ഇത്രയും റാങ്ക് വാങ്ങി ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം വെച്ചാൽ ഇതിന് പ്രവർത്തിച്ചതിൻ്റെ പിന്നിലെ പ്രവർത്തിച്ച ആളുകളാണ്. പിന്നെ മനു ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ട് എഞ്ചിനീയറിംഗ് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇത് ആത്മാർത്ഥമായി അവരുടെ ഫാഷൻ അതാണ്. അപ്പം അങ്ങനെ അവരുടെ കഴിവുകളെ കണ്ട് അവരെ മനസ്സിലാക്കി അവരെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് എന്ത് ന്യൂനതകളുണ്ട് ആ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഗോകുലത്തിനുള്ളത്. രണ്ടാമത് അത് പഠിപ്പിക്കാനുള്ള വിധി വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുമ്പോൾ ആ സ്റ്റുഡൻ്റായിട്ട് മാറണം ഒരു അധ്യാപകൻ. കാരണം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അവൻ്റെ വിചാര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരുവാണ് വിജയൻ. അപ്പോൾ അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്മൾ
അല്ലെങ്കിൽ ഗോകുലത്തിൻ്റെ ഭാഗ്യത്തിന് ഞങ്ങളെ ഈ സിഗ്മ ഗോകുലത്തിൻ്റെ ഭാഗ്യത്തിന് 2 പേര് അവർ കിട്ടി. 2 പേരെന്ന് ഒരു ഇത് കേരളത്തിൻ്റെ ഫസ്റ്റ് റാങ്ക് എന്ന ഒരു കുട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും മുമ്പൊക്കെ ഇത് അന്യനാട്ടുകളിലൊക്കെ അതിന് സാധിക്കുന്നുള്ളൂ. കാരണം ഇവിടെ നിന്നൊരു മീറ്റർ കിട്ടുവാണെങ്കിൽ ഇവിടെ പോരാ, ഡൽഹി പോകണം, ഹൈദരാബാദ് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് സാധിക്കും എന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നല്ല വിവരങ്ങളായ അധ്യാപകന്മാരുണ്ട്, നിപുണന്മാരായ കുട്ടികളുണ്ട്. അവർക്ക് സാങ്കേതികമായ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിജയിച്ച്. എല്ലാത്തിനും ഒരു പരിശ്രമം വേണം. അതിനുവേണ്ടി അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അറിവുള്ള ആളുകളെ നമ്മളത് നിയോഗിക്കണം. അത് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം, പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഇത്. സിനിമയിലായാലും സിനിമയിൽ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിക്കുന്ന സിനിമകൾ നമ്മളിപ്പോൾ ചേർത്തെടുക്കണം. അത് മാത്രമല്ല, അത് നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ സിനിമ എൻ്റെ ഫാഷനാണ്. പക്ഷെ അത് എനിക്ക് സിനിമാ ലോകത്തിൽ ഞാൻ ആഗ്രഹിച്ചവരായിട്ടില്ലെങ്കിലും പിന്നെ എൻ്റെ ഒരു 76, അതായത് എൻ്റെ ഒരു 35 വയസ്സിൽ തന്നെ ഞാൻ സിനിമ എടുക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു തരത്തിൽ വിജയിച്ചു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കൂടുതൽ എനിക്ക് അതിന് സൗകര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് എൻ്റെ ബിസിനസ്സിന് ബാധിക്കാത്ത രീതിയിൽ നമ്മൾ സിനിമയിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്ത് സിനിമ ഒരു കോംപ്ലിക്കേറ്റ് സബ്ജക്റ്റാണ്. അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കൂ. ആ വിജയം എന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ശക്തിയും വേണം. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇപ്പം സാറ് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സിനിമ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഏത് ആക്ടർ വേണമെങ്കിൽ ഡേറ്റ് തരും, എത്ര ഇന്ത്യയിൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ വേൾഡിൽ കൊള്ളാവുന്ന ടെക്നീഷ്യൻസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ലാസ്റ്റ് മൊമെന്റ് ഒരു എമ്പുരാൻ എൻട്രി എന്തായിരുന്നു അതിൻ്റെ ഒരു, നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അല്ലേ, ലാസ്റ്റ് മിനിറ്റ് എൻട്രി. എമ്പുരാൻ എന്നുള്ളത് കാര്യം ഞങ്ങൾ ആദ്യം തന്നെ ഈ കാര്യത്തിൽ 2 കൊല്ലം മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ വലിയ എമൗണ്ട് ആവുന്നതിൻ്റെ പേരിൽ ഞാൻ തൊട്ട് മാറി നിന്നതാണ്. പക്ഷേ അതിന് പിന്നെ ഓരോരുത്തർ വന്നത്, അതായത് ഫസ്റ്റ് ഡയറക്ടർ പൃഥ്വിരാജിന് ഏറ്റവും നല്ല എക്സലൻ്റ് ഒരു ഡയറക്ടറാണെന്ന് നിരൂപിച്ചൊരു പടമാണ്. മുമ്പേ അവരെടുത്തിട്ടുണ്ടെങ്കിലും ഈ പടത്തിന് എനിക്ക് തോന്നുന്നു അതേ നല്ല ഡയറക്ടർ, ബ്രില്യൻ്റ് ഡയറക്ടറാണെന്ന് നിരൂപിച്ചൊരു പടമാണ്. ഇത് മാത്രമല്ല, മോഹൻലാൽ അദ്ദേഹം അഭിനയം കൊണ്ട് ലോക പ്രശസ്തി നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. പിന്നെ മാത്രമല്ല, മഞ്ജു വാര്യർ, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവുകൾ പരമാവധി പ്രകടിപ്പിച്ചൊരു പടമാണ്. അതുകൊണ്ടാണ് അത് വിജയിക്കാനുള്ള കാരണം. പിന്നെ അത് ഞാൻ എടുക്കാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ ഇതിൽ സംസാരിച്ചതാണ്. പക്ഷെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതിന് കൂടുതലാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി എന്നെ മാറ്റി നിർത്തി. അപ്പോൾ അവസാനം അത് നിയോഗം ഞാൻ ആദ്യം നമ്മുടെ അടുത്ത് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു. അതും ദൈവം നിശ്ചയം. സാറ് പടം കണ്ടോ? സാറ് പടം കണ്ടിരുന്നോ? കണ്ട് നല്ല പടമാണെന്ന് നല്ല അഭിപ്രായം എനിക്ക്. അടിപൊളി. കാണാണ്ട് എടുക്കാൻ പറ്റില്ല. അതെ, എനിക്ക് ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പം ഞാൻ അടങ്ങുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിക്കുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്താ പറയുക, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് നോക്കുമ്പം എല്ലാവരും ഗേറ്റ് എഴുതുന്നു, നമ്മളും ഗേറ്റ് എഴുതുന്നു. എന്തിന് ഗേറ്റ് എഴുതണം? ഇത്രയും ടഫ് മോസ്റ്റ് എക്സാമിനേഷനാണ്, ഗേറ്റ് എഴുതിയാൽ എന്താണ് എനിക്ക് കിട്ടുന്നത് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഗേറ്റ് എഴുതുന്നു. നമ്മളെല്ലാവരും അപ്പം തന്നെ പെട്ടി പാക്ക് ചെയ്യുന്നു, ഹൈദരാബാദ് അല്ലെങ്കിൽ വേഗം ഡൽഹി, ഇതിലേതെങ്കിലും. നമ്മളൊരു ട്രിപ്പൊക്കെ ആയി ഈ അടുത്തൊരു മലയാള സിനിമ വരെ അത് വെച്ചിട്ട് എടുത്തിരുന്നു. സോ ദ ഫസ്റ്റ് എനിക്ക് അറിയാനുള്ള ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് ഗേറ്റ്, എന്തിനാണ് ഗേറ്റ്? ആക്ച്വലി പണ്ട് കാലത്ത് ഗേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് എംടെക് ചെയ്യാനുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമായിരുന്നു. ശരിക്കും ഗേറ്റ് എക്സാമിനേഷൻ നടക്കുന്ന IITs ആണ്. 7 IITകൾ കൂടിയും പിന്നെ IISc ബാംഗ്ലൂരും ചേർന്നിട്ടാണ്. അതായത് ഓരോ വർഷവും ഓരോ IITക്കാരാണ് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി ഈ പറയുന്ന IITകൾ തമ്മിലുള്ളൊരു മത്സരം തന്നെയാണ് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ അവരുടെ ഗേറ്റ് കിടക്കാനുള്ള ഒരു എക്സാം. അപ്പം പണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കമ്പനീസിനെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറഞ്ഞ് തിരിച്ചിട്ടായിരുന്നു. പണ്ടുള്ള എൻജിനീയേഴ്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. പണ്ടൊരു എൻജിനീയർ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വലിയ വാല്യൂ ആണ്. ഇപ്പം ശരിക്കും എല്ലാവരും പറയും ഒരു കല്ലിട്ടെറിഞ്ഞാൽ ഒരു തലയിൽ എൻജിനീയർ അല്ലെ, തൊഴിലില്ലായ്മകളുണ്ട്. പക്ഷേ ഗേറ്റ് എക്സാമിനേഷനിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ കമ്പനീസിനെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബുണ്ട് എൻജിനീയേഴ്സിന്.
പണ്ട് കാലത്ത് ഇതേ PSUs തന്നെ സെപ്പറേറ്റ് എക്സാം നടത്തുമായിരുന്നു. എന്നാൽ ഈ ഗേറ്റ് എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ IITകൾ നടത്തുന്ന പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എൻജിനീയറിംഗ് മേഖലയിലെ എല്ലാ എക്സാംസിൻ്റെയും മദർ ഓഫ് ഓൾ എക്സാംസ് എന്നാണ് ഈ ഗേറ്റ് എക്സാമിനെ അറിയപ്പെടുന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് എക്സാമിനേഷനാണ് ഗേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് കമ്പനികളെല്ലാം ഇപ്പം ശരിക്ക് അവർ പണ്ട് കാലത്ത് അവർ എക്സാം നടത്തും, ആളെ എടുക്കും. ഇപ്പം അങ്ങനെയല്ല, അവരും ഗേറ്റ് റാങ്ക് വെച്ചിട്ടാണ് ആളെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗേറ്റിന് ഇപ്പോൾ ഇത്രയും വലിയ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും വെച്ചാൽ +2 കഴിഞ്ഞിട്ട് സാധാരണ ഇപ്പോൾ ഒരു എൻട്രൻസ് എഴുതുന്ന കൂട്ടല്ല. ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എൻജിനീയറെ തിരഞ്ഞെടുക്കുന്ന എക്സാമിനേഷനാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ ലോഞ്ച് കഴിഞ്ഞ് ഒരു വർഷത്തിൽ തന്നെ ആദ്യ വർഷം തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് 5 അത് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 റാങ്കാണ്. അതിൽ എംസിഗ്മ ഗോകുലം ശരിക്ക് എന്താണ് ഇതെല്ലാം സാധ്യമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ 10,000-ഓളം കുട്ടികളാണ് എല്ലാ വർഷവും ഹൈദരാബാദിൽ കോച്ചിങ്ങിന് പോകുന്നത്. കാരണം ബെസ്റ്റ് അക്കാഡമീഷ്യൻസ് ഈ ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെയാണുള്ളത്. പക്ഷെ അവരെ ഒന്ന് ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു നോർമൽ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇത്രയും വലിയ എൻജിനീയറിംഗ് ഫീൽഡ് തന്നെ എന്താണ് പറയുന്നത്, ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞാണ്. അതിൽ എൻജിനീയറിംഗ് സബ്ജക്റ്റ് നല്ലപോലെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണുള്ളത്. അവരാണ് ഈ പറയുന്ന ഹൈദരാബാദിലും ഡൽഹിയിലും ഉള്ളത്. അവരെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. പക്ഷേ ശരിക്കും എംസിഗ്മ ഗോകുലത്തിന് അതിൽ ഗോകുലം ഉള്ളതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ശരിക്ക് ഗോപാല സാറിൻ്റെ ഒരു വിഷൻ എന്ന് പറയാം. കാരണം സാർ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻജിനീയറിംഗ് പഠിച്ചിട്ടല്ലേ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ്. ആക്ച്വലി നമ്മൾ ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ബാക്കി എൻജിനീയറിങ്ങിൽ ഏത് എക്സാമിനേഷൻ വേണമെങ്കിലും കിട്ടാം. അപ്പം ഇദ്ദേഹം ചോദിച്ചോട്ട് തന്നെ ഗേറ്റ് എക്സാമിനേഷൻ എല്ലാവരും എഴുതുന്നുണ്ടെന്ന് പറയും. ഗേറ്റിന് നല്ലപോലെ പഠിച്ചാൽ അതിൻ്റെ താഴോട്ട് നമ്മുടെ എന്താ പറയുക കേരള PSC അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSC ഒരുപാട് എക്സാമിനേഷൻ ഉണ്ട്. ഗേറ്റ് നല്ലപോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കി എൻജിനീയറിംഗിൽ ഏത് എക്സാമിനേഷൻ വേണേലും അവന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്രത്തോളം എഞ്ചിനീയറിംഗ് സബ്ജക്ട് നമുക്കറിയാം എന്നുള്ളതിൻ്റെ ഒരു യെസ് അതാണ് സിമ്പിൾസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ വരെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിനേഷൻ ഉണ്ടോയെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ വന്ന എൻജിനീയറിംഗിൽ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ IITയിൽ MTech ചെയ്യാൻ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടാനോ സാധാരണ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോബ് കിട്ടാനോ മാത്രമല്ല ഇപ്പോൾ ഗേറ്റ് എക്സാമിനേഷൻ എല്ലാ കമ്പനികളും ഇപ്പം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ റാങ്ക് അനുസരിച്ചാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബെസ്റ്റ് എൻജിനീയർ ആണോ നമ്മളെ വിലയിരുത്തുന്നത് ഗേറ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണ്. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം ഇവർ രണ്ടുപേരാണ്. മുഹമ്മദ് നഫീസ് അല്ലേ 5th റാങ്കാണ്, ആൻഡ് ജനാർദ്ദനൻ അല്ലേ 79th റാങ്കാണ്. ഞാൻ റാങ്കിൻ്റെ മാനദണ്ഡത്തിലല്ല ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടിയെടുത്തല്ലോ, ഹൈദരാബാദിൽ പോകാനും ഡൽഹി പോകാനും ഓർ എനി അതർ പ്ലേസസ്. അപ്പോൾ ഹൗ കം നിങ്ങൾക്ക് അതൊന്നും തോന്നാതെ, അതും ഒരു ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പരിമിതികളും ഉണ്ട്, ഗുണമുണ്ട് ദോഷവും ഉണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് ഒക്കെയാണ് നമ്മൾ ആപ്പിലിരിക്കുന്നത്. അപ്പം മേ ബി എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല, കാരണം ഞാൻ അതിന് മുന്നിൽ കിടന്നുറങ്ങും. അതിനൊരു നിങ്ങളുടെ പുഷ് വേണം. അപ്പോൾ വൈ ഡിഡ് യു ചൂസ് ടു ബി ഒരു ആപ്ലിക്കേഷനിൽ ഇത് ചെയ്യാം? ഈ എംസിഗ്മ ഗൂഗിൾ എന്ന് കേട്ടപ്പം അങ്ങനെ ആ വഴിക്കാവാൻ കോച്ചിങ് എന്ന് ആലോചിച്ചേ? ഹൈദരാബാദിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോവും, എന്നിട്ട് അവിടെ ഫുഡ് അതിലോട്ടൊക്കെ തന്നെ അക്കസ്റ്റംഡ് ആവാൻ ഒരു 2-3 മാസം എടുക്കും തീർച്ചയായിട്ടും. അപ്പോഴത്തേക്ക് അങ്ങനെ ആ ഡിഫറൻസിലോട്ട് നമ്മൾ യൂസ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വീട്ടിൻ്റെ ആ ഒരു കംഫർട്ടിലിരുന്ന് തന്നെ പഠിക്കുന്നത് എന്തുകൊണ്ട് ഇതിനെക്കാട്ടിലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ്ലി നേരത്തെ തന്നെ എംസിഗ്മ ഗോകുലം എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ട് നിതിൻ സാറിനെ അറിയാം. അപ്പോൾ അങ്ങനെ എംസിഗ്മയിലോട്ട് പോയാൽ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു എംസിഗ്മയുടെ കോച്ചിങ്ങും? ഇപ്പം നമുക്കിതിൽ വേറെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, കോച്ചിങ് ദ ബെസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയ റാങ്ക്. അപ്പോൾ ഹൗ സിസ്റ്റമാറ്റിക് ഇറ്റ് വാസ്?
മാഡം പറഞ്ഞ പോലെ ഇപ്പം ഹൈദരാബാദിൽ പോയാലും ഡൽഹി പോയാലും ഇവിടെ നിന്ന് പഠിച്ചാലും നമ്മൾ സെൽഫ് ഡ്രിവൺ ആണെങ്കിൽ മാത്രമേ ഇത് റിസൾട്ടിലോട്ട് കൺവേർട്ട് ആകത്തുള്ളൂ. ഇപ്പോൾ ഹൈദരാബാദിൽ പോയാലേ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. അത് മേ ബി അത് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി അതൊരു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാവാം. ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കാകെ വേണ്ടത് പഠിക്കാനുള്ള റിസോഴ്സ്, പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ്. ഇത് രണ്ടും മാത്രം മതി. നമുക്കറിയായിരുന്നു, കാരണം ആ ഒരു ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഉറപ്പ്, എംസിഗ്മയിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പേഴ്സണലി ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മളോട് നമുക്ക് തന്നെ ഉള്ളൊരു വിശ്വാസം, രണ്ടും കൂടിയിട്ടാണ് ഇവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പം പുറത്തോട്ട് പോയി പ്രിപ്പയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് ആദ്യത്തെ കാര്യം പൈസ മുടക്കണം. ഇപ്പം ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്കാളും സ്റ്റേ, ഫുഡ്, പിന്നെ നമുക്ക് അവിടെ വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് പലതും വരാം. കാരണം ഒരു ക്ലൈമറ്റ് മാറും, വേറെ സ്ഥലം. അപ്പം ഇതൊക്കെ കാരണമാണ് നമ്മൾ ഇവിടെ പേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്, എംസിഗ്മയിൽ തന്നെ നിന്ന് പേഴ്സ് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം. അപ്പം നിങ്ങൾ അതിൽ ഭയങ്കര എന്താ പറയുക സക്സസ്ഫുൾ ആണ്. അപ്പം ഞാൻ ആരോട് ചോദിക്കുമ്പോൾ ഈ ഗോകുലം എന്ന് എംസിഗ്മ ഗോകുലം എന്ന് പറയുന്ന ഗോകുലം എന്നുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് വർഷങ്ങളായിട്ട് ഉണ്ട്. പിന്നെ ചോദിക്കുമ്പോൾ പറയുന്ന മനസ്സാറ് അതുപോലെ നിതിൻ സാർ. അപ്പോൾ ഐ വോണ്ട് ആസ്ക് യു, ബിക്കോസ് വീട്ടിലിരുന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന കൊച്ചിനെ നമുക്ക് പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ബിക്കോസ് നമുക്ക് ഐ കോൺടാക്ട് കിട്ടുന്നു, ആളെ കിട്ടുന്നു, തല്ലി പഠിപ്പിക്കാം, അയാൾക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ എവിടെയോ ഇരിക്കുന്ന ഒരു പറ്റം കുട്ടികളെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒരു എന്താ പറയുക ഒരു ഡിജിറ്റൽ സംഭവത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തി പഠിപ്പിക്കുന്നത് വിച്ച് ഇസ് നോട്ട് ഈസി. എന്നിട്ട് അതിന് പഠിപ്പിക്കൽ ആർക്കും ചെയ്യാം, അതിന് റിസൾട്ട് ഉണ്ടാക്കൽ വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പം വാട്ട് യു ഹാവ് ടു സേ? ഈ പറഞ്ഞ പോലെ ഒന്ന് സെൽഫ് ഡ്രിവൻ ആയിരിക്കണം. അത് ബേസിക് ക്വാളിറ്റിയാണ്. ഈ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും വേണ്ടി ഒരു ബേസിക് ക്വാളിറ്റി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഇപ്പം ഇടയ്ക്ക് വെച്ച് ഒന്ന് ഡൗൺ ആയാലും നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ നമ്മളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റുഡൻസ് എല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ വീണ് പോയിട്ടുള്ളവർ തന്നെയാണ്. അപ്പം ആ പോയിന്റിൽ നമ്മൾ ഇത് പല വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ പിള്ളേരെ വീണ്ടും തിരിച്ച് ബാക്ക് ടു ട്രാക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന. ശരിക്കും എക്സ്പീരിയൻസും അവർക്കൊരു ലോങ് ടേം വിഷൻ ഉണ്ട്. ആ ഗോളാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു 24/7. അതെ. നമ്മൾ ശരിക്കും ഒരു പ്രോസസ്സാണ് ഡിഫൈൻ ചെയ്തത്. ഇപ്പം ശരിക്കും ഗോപാല സാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്കാഡമീഷ്യൻസിനെ ഇവിടെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് 66 ആൾക്കാരെയാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യയിൽ നിന്ന് ഗോകുലത്തിൻ്റെ ബാനറിൽ നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അവരിരുന്നിട്ട് അതിനകത്ത് ശരിക്കും നമ്മളൊരു 3 വർഷത്തെ റിസർച്ചിൽ നമ്മളൊരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്ത് സച്ച് ദാറ്റ് ഒരു കുട്ടി ആ പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഈസി ആയിട്ട്, ഒരിക്കലും ഇത് ഈസി അല്ല, കുട്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മജീഷ്യൻസ് അല്ല, കുട്ടി പഠിക്കാതെ ഇത് റാങ്ക് എത്തിക്കാനായിട്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു നല്ല ഗൈഡൻസ്, അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക, പിന്നെ ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ഇപ്പം ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിലൂടെ മാത്രം എന്നുള്ള രീതിയല്ല. ശരിക്ക് ആപ്പിലൂടെ മാത്രമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സസ് ആണോ എന്ന് ചോദിച്ചാൽ ലൈവ് ക്ലാസ്സസും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ നല്ല പഠിച്ചതിന് ശേഷം ലാസ്റ്റ് സമയം നേരിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ ഇപ്പം 1-on-1 ബേസിസിലാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 2-3 hours നമ്മൾ അവരെ നിർബന്ധിച്ചിരുത്തുമല്ല, അവർ വന്ന് അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ അവർ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ആ രീതിയിലുള്ള എന്റെ സംശയം, whether I am getting a one-on-one attention, അത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ്. ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. നമ്മളൊരു വലിയ റാറ്റ് റേസിൽ പെടുമ്പോൾ, വലിയ ക്രൗഡിലോട്ട് പെടുമ്പോൾ നമുക്ക് ആ ഒരു അറ്റൻഷൻ എന്തായാലും കിട്ടത്തില്ല പുറത്ത്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് പേഴ്സണലി സാറോട് ഇത്ര കണക്ഷൻ വരാൻ കാരണം നമ്മൾ അറ്റൻഡ് ചെയ്ത 1-on-1 സെഷൻ കാരണമാണ്. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, മേ ബി ഒരു ചെറിയ സംഭവം അല്ലെങ്കിൽ ഒരു വലിയ കോൺസെപ്റ്റ് ആവാം, എല്ലാം നമ്മൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് ഭയങ്കര ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു
എളുപ്പമാണ് ഈ പ്രോസസ്സ് റിസൾട്ട്സ് കിട്ടുന്നത്. ശരിക്കും ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചാൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 മണിക്കൂറൊക്കെ രാത്രി 1 മണിക്കൊക്കെ സാറ് ഇപ്പോൾ സിഗ്മയ്ക്ക് ഒരു സ്റ്റഡി സെൻ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഈ നേരിട്ടുള്ള കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലെല്ലാം അവിടെ വന്നിരുന്ന് പഠിക്കുക. ഈ സ്റ്റഡി സെൻ്ററിൽ ശരിക്കും ഫുൾ ടൈം നമ്മുടെ ഈ പറയുന്ന 66 ടീച്ചേഴ്സ്, നമ്മൾ വിളിക്കുന്നതിനെ 66 ജെംസ് എന്നാണ്, മനസ്സിലല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമീഷ്യൻസ്. അതിൽ ശരിക്കും സാറൊക്കെ എല്ലാ ദിവസവും രാത്രി 1 മണി വരെ അതിനകത്ത് കാണും, മനസ്സിലല്ലേ. അതായിരുന്നു എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഐക്യം ആയിരിക്കില്ല ഇയാൾക്ക് ഉണ്ടാവുന്നത്, അതായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മാസ് ക്രൗഡിന്റെ കൂടെ ഇരുന്ന ഒരു ആപ്ലിക്കേഷന് മുന്നിലിരിക്കുമ്പോഴത്തേക്കും എനിക്കത് എത്രത്തോളം ക്ലാരിഫൈഡ് ആവും എന്നുള്ള. അത് നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും ഒറ്റ സൊല്യൂഷൻ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ക്വാളിറ്റി ആയിരിക്കും. ചിലപ്പം നഫീസിനുള്ള ബുദ്ധിമുട്ടുകളല്ല ജനാർദ്ദനൻ ഉണ്ടാവുക. അപ്പം ഓരോരുത്തരെയും നമുക്കറിയാം, ഇത്രയും നാൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഇതും അറിയാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവരുടെ പാസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു സൊല്യൂഷനിലോട്ട് എത്താനും. യുണീക്കായിട്ടാണ് ഓരോരുത്തർക്കും കോഴ്സ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഡ്രസ്സിൻ്റെ സൈസ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് ആയിരിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കോച്ചിങ് പ്രോസസ്സും ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, നമ്മൾ മൻസാറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇപ്പം സാറ് പറഞ്ഞില്ലേ, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു എഞ്ചിനീയറിൻ്റെ മേത്താണ് പോയി വീഴുന്നത്. സത്യമാണ്, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആയിരിക്കും അത്. അൺഎംപ്ലോയിഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരാളെ അന്വേഷിച്ചാൽ അതും ഒരു എഞ്ചിനീയർ ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് പോകുന്ന കാലത്ത് എഞ്ചിനീയർ ആവുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര വലിയ സംഭവമാണ്, ബിടെക് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഡിഗ്രി അല്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് BA-ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് BA ഒന്നും വേണ്ടാത്ത പിള്ളേർ പോകുന്നൊരു അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗിന് പോകുന്ന പിള്ളേരെ എഞ്ചിനീയർ ആണോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. സാർ എന്ന് പറഞ്ഞൊരു മൾട്ടി വെറൈറ്റി ബിസിനസ്സുകളുള്ള, ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് മുതൽ എഡ്യൂക്കേഷൻ വരെ, ഈ മെഡിക്കൽ കോളേജസും എല്ലാം സ്കൂൾസും ഒക്കെ ഉള്ള ഒരു ആളാണ്. അപ്പം വൈ എഞ്ചിനീയറിംഗ്, ദാറ്റ് ടു വൈ എം സിഗ്മ? അത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതും എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള, ബിടെക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്? വാട്ട് വാസ് ദ കോൺഫിഡൻസ്? അതാണ് എൻ്റെ ഇന്ത്യൻ്റെ പുരോഗതിയുടെ പദ്ധതി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ്റെ വികസനം എന്ന് പറയുന്നത് എഞ്ചിനീയറിൽ കൂടെ പഠനം എന്നുള്ളതാണ്. രാഷ്ട്ര നിർമ്മാണം നല്ല പരിപൂർണമായി പഠിക്കുന്ന നല്ല എഞ്ചിനീയർമാരെ സൃഷ്ടിച്ചാൽ മാത്രമേ അത് നടക്കൂ. അതുകൊണ്ടാണ് സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് 10-56 പേരുള്ള ഒരു സംഘത്തിനെ കൊണ്ടുവന്ന് ഈ കൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആദ്യം തന്നെ കുട്ടികൾ ചേരുമ്പോൾ തന്നെ ഇപ്പോൾ ഇതെങ്ങനെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഏതൊരു കോൺഫിഡൻസിൽ അവർ വന്നു, അവർ ജയിച്ചു. ഇനി ഇവരെ പോലത്തെ 2, 5, 10, 27 കുട്ടികൾ വന്നതിൻ്റെ പേരിൽ ഇന്നും നിറയെ പേര് വരും. അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഏറ്റവും നല്ല നിപുണനാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇത് കാണാം. എന്തായാലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഡ്രിവൺ ബിസിനസ് അല്ല. എപ്പോഴും അതിൽ കുറച്ച് ചാരിറ്റിയും കൂടെ ഉണ്ട് അല്ലേ, ഒരു വിദ്യ അഭ്യസിക്കാൻ കൊടുക്കുക എന്നുള്ളത്. അതിൽ നല്ല മിടുക്കന്മാരെ ആൾക്കാർ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം. കാരണം ഇത് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വരുമാനത്തിൻ്റെ 50% എഡ്യൂക്കേഷനാണ് ഞാൻ ചെലവഴിക്കുക. അത് ഒന്നും ചില എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 10, 100, 150 കോടി ചെലവഴിച്ചിട്ട് ഒരു പൈസ അതിൽ നിന്ന് വരുമാനമില്ലാത്ത സ്ഥാപനങ്ങളുണ്ടാവും. അതൊക്കെ നമ്മുടെ 21 എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ മനസ്സിലായി. അതിൽ 22ാമത്താണ് ഈ സ്ഥാപനം. അപ്പൊ അത് വളരെ നല്ല ശുഷ്കാന്തിയോട് നടത്തി അത് വിജയിപ്പിക്കാനുള്ള ആളെ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇത് ഞാൻ ആരംഭിച്ചത്. അത് മനുവാണ്, മനസ്സിലായില്ലേ. മനുവിൻ്റെ കഴിവുകളും സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും ഒക്കെ എനിക്ക് മനസ്സിലായതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഞാൻ തയ്യാറായത്. പിന്നെ മനസ്സിലായില്ലേ, പിന്നെ ഇത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടായിരിക്കും. ഈ മുന്നേ പോകുന്നവരാണ് പുറകെ വരുന്നവരുടെ ഒരു വഴികാട്ടികൾ. അപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ ഗേറ്റ് ആസ്പിറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഇത് ക്രാക്ക് ചെയ്ത് ഇത്രയും ചെറിയ 5th റാങ്കും 79th റാങ്കും മേടിച്ച ആൾക്കാരാണ്. അപ്പോൾ യു മസ്റ്റ് ഹാവ് ഫോളോഡ് ചില സിസ്റ്റമാറ്റിക് സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഇനി വരുന്ന ഗേറ്റ് ആസ്പിറൻസിന് കൊടുക്കാൻ, എങ്ങനെ പോയാൽ അവിടെ എത്താം? ഇപ്പം മാഡം പറഞ്ഞ പോലെ ഇതിനകത്ത് കീ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതാണ്.
ഇപ്പം ഗേറ്റിൽ പല ബ്രാഞ്ചുണ്ട്, മിക്ക ബ്രാഞ്ചിലെ സിലബസും വളരെ വാസ്റ്റാണ്. അപ്പം ഈ വാസ്റ്റായ സിലബസ് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആവണം. അതായത് ഓരോ സബ്ജക്റ്റും ഇപ്പം ഈസിക്കാണെങ്കിൽ 10 സബ്ജക്ട്സ് ഉണ്ട്. ആ 10 സബ്ജക്റ്റിലും നമ്മൾ എവിടെയാണ്, നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എവിടെയാണ്, നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് വേണം. കാരണം ഗേറ്റ് എന്നൊരു എക്സാം 100 മാർക്കിനാണ്. 100-ൽ 100 മാർക്ക് വാങ്ങിക്കണമെന്നില്ല. ഇപ്പം എനിക്ക് 79 ഉണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു 60 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഇടത്ത് എത്താൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജാണ്. അപ്പം നമ്മുടെ വീക്ക് പോയിന്റ്സും നമ്മുടെ സ്ട്രോങ് പോയിന്റ്സും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 60 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിന് നമ്മൾ അറിയണം, നമുക്ക് എന്തറിയാം, നമുക്ക് എന്തറിഞ്ഞൂടാ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. സോ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി വേണം. പിന്നെ എല്ലാ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കീ എന്ന് പറയുമ്പോൾ, അടുത്ത കീ എന്ന് പറയുമ്പോൾ പ്രാക്ടീസാണ് കീ. അതായത് അതിനൊരു ലിമിറ്റില്ല. ടിൽ ദ ലാസ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യുക. അതിനിപ്പം ഇത്ര പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊന്നുമില്ല. മാക്സിമം നമുക്ക് എത്രയാണോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും പ്രാക്ടീസ് ചെയ്യുക വിത്ത് ദ റൈറ്റ് ഗൈഡൻസ്, ലൈക്ക് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. അവർ പറഞ്ഞുതരും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഏത് വഴിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ വഴിക്ക് നമ്മുടെ എഫേർട്ട് ഫോക്കസ് ചെയ്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ AR1 വരെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അതിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇത് നഫീസ് തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ദിവസം നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകത്തില്ല, എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മളിടുന്ന എഫർട്ടിനൊരു കുറവ് വരാൻ പാടില്ല. കാര്യങ്ങൾ എങ്ങനെയോ പോകുന്നത് ചിലപ്പോൾ നമ്മളുടെ കയ്യിലായിരിക്കത്തില്ല, പക്ഷേ ആ ഇടുന്ന എഫർട്ട് അത് മാത്രം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് മനസ്സാറിനോടാണ്. ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്നു, ഇത്രയും അധ്വാനിച്ച് എഴുതുന്നു, ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി മുതൽ എല്ലാവരും ഗേറ്റിൻ്റെ സ്കോറിനെ അടിസ്ഥാനമാക്കിയപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും റാങ്ക് മേടിച്ച് ഓട്ടമായി ഗെയിൻ ചെയ്യും. അതും കൂടി ഉണ്ടല്ലോ, നമ്മൾ എന്തും ചെയ്യുന്നത് ഒരു ഗെയിനിന് വേണ്ടിയിട്ടാണ്. സോ എന്ത് കൈൻഡ് ഓഫ് ജോലിയാണ്, എന്താണ് എൻ്റെ CTC? ഷുവർ, നോർമലി ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ് ജോയിൻ ചെയ്യുമ്പോഴേ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ജോലി കിട്ടുന്നത്. ജോലിയില്ല, ഡെഫിനറ്റ്ലി. ശരിക്ക് എൻജിനീയറിങ്ങിൽ പല ലെവൽസിൽ സാലറി ഉള്ള ജോലിയുണ്ട്. ശരിക്കും നോർമലി ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെ പോലൊരു നല്ല കോളേജിൽ പഠിച്ച CET പോലൊരു കോളേജിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ഫൈനൽ ഇയർ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ മോശമായിട്ട് പറയുന്നതല്ല, ഒരു ആനുവൽ ഇൻകം 4 ലക്ഷം അല്ലെ 8 ലക്ഷം രൂപ വരെ, മാക്സിമം ഒരു ആവറേജ് എടുത്ത 6 ലക്ഷം രൂപയാണ്. 6 lakhs CTC വെച്ചുകൊണ്ടായിരിക്കും ഇവർക്കൊരു പ്ലേസ്മെന്റ് ഉണ്ടാകും. കോർ ഇൻഡസ്ട്രി ആവില്ല, ആ കോർ ഇൻഡസ്ട്രി ആവുകയില്ല. അപ്പോൾ എപ്പോഴും കുട്ടികൾ നോക്കുന്ന ഇവരൊരു സീനിയർ ആ കമ്പനിയിൽ പോയി അങ്ങനെ മാത്രമാണ്. പക്ഷേ ശരിക്കും ഇവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗേറ്റിന് ഇപ്പം നല്ല റാങ്ക് കിട്ടിയാൽ, നമുക്കൊരു IIT-യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിലും VLSI, അതുപോലെ തന്നെ ഇപ്പോൾ AI-യിൽ IIC ബാംഗ്ലൂരിലൊക്കെ AI എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന മിനിമം സാലറി പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 to 60 lakh ആണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് വൈഷ്ണവ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ IIC ബാംഗ്ലൂരിൽ AI കഴിഞ്ഞാണ്. ലാസ്റ്റ് ഇയറിൽ അയാൾക്ക് കിട്ടിയ ജോലിയുടെ സാലറി എത്രയാണ് സാർ? 1.2 crore ആണ് സാലറി. മനസ്സിലാക്കണം, ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്ക് ഇത്രയും നല്ല കോളേജിൽ പഠിച്ചിട്ട് ഇവരെ ഏതെങ്കിലും ഒരു കമ്പനി വരുമ്പോൾ എല്ലാവർക്കും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കാരണം നമ്മുടെ പേരൻസ് തന്നെ പറഞ്ഞാണ് അതിനെ ആക്കിയിട്ടുള്ളത്. എൻ്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പനികൾ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ഭയങ്കര ഒരു ഇതായത് കാരണം എൻജിനീയറിങ്ങിൽ എത്തുമ്പോഴേ കുട്ടികൾക്കൊരു തോന്നലുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന്. സത്യത്തിൽ അതൊരു ട്രാപ്പാണെന്നേ ഞാൻ പറയത്തുള്ളൂ നല്ല പഠിക്കുന്ന ആൾക്കാർക്ക്. കാരണം നമ്മൾ ഈ 1.2 crore വരെ സാലറി കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ആളാണ് ഈ ട്രാപ്പിൽ പെട്ടിട്ട് 5 lakhs പോകുന്നത്. crore എന്ന് പറയുമ്പോൾ ഒരു 10 lakhs per month. യെസ്, അത്ര മതി. അതിനെന്താണ് വേണ്ടത്? ഗേറ്റ് റാങ്ക്. അതാണ് പറഞ്ഞത്, ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. കാരണം ഈ ഗേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ഏതെങ്കിലും IITs-ൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? M.Tech ചെയ്യണം. നമ്മുടെ കോളേജിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ്, സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്ന ഒരു കമ്പനിയുടെ ആവറേജ് സാലറി പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 lakhs ആണ്. എന്നാൽ ഈ പറയുന്ന ഒരു 2 വർഷത്തോടെ M.Tech അവിടെ പഠിച്ച് പാസ്സായാൽ മതി. ശരിക്കും ഷുവർ ഷോട്ടാണ്. അവിടെ IISc IITs-ൽ കിട്ടുന്ന എക്സ്പോഷർ വേറെ ലെവലാണ്. ഇപ്പോൾ എല്ലാം MNCs ആണ് വരുന്നത്. ഇപ്പം ഇവരുടെ സീനിയേഴ്സ് തൊട്ട് മുന്നേ
കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റുഡൻറ്റ് 142 ആയിരുന്നു റാങ്ക്, 142. അപ്പം ആള് ഇപ്പം TA ജോലി കിട്ടി, ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ജോലി കിട്ടി. സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ, ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ജോലി കിട്ടി. അപ്പം അങ്ങനെ പറയാൻ ഉദ്ദേശം ഇതാണ്, നമ്മൾ അതിൻ്റെ പാക്കേജ് കൂടി പറയണോ? ആ ഈ TA കിട്ടിയ ആൾക്ക് 40 LP ആണ്, 40 lakh per annum സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. അറിയാം. സർ നമ്മൾ ഇപ്പം ഞാനടക്കം സാറടക്കം എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നോളജ് അക്വയർ ചെയ്യാൻ മാത്രമല്ല, നല്ല ശമ്പളം കിട്ടാനും. അതെ അതെ അല്ല, ഡെഫിനറ്റ്ലി ഞാൻ പറയാം, നോളജ് അക്വയർ ചെയ്യാൻ നല്ല രീതിയിൽ അക്വയർ ചെയ്താൽ സാലറിയും ബാക്കി കാര്യങ്ങളെല്ലാം ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നുകൂടെ. പ്രോഡക്റ്റാണ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഇപ്പം പറഞ്ഞല്ലോ സാറ് പറഞ്ഞു ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി, അപ്പം ഇതിന് നമുക്ക് കണ്ടന്റ് ഒരു മാറ്റർ ആണ് അല്ലേ? നമ്മൾ എത്ര സിസ്റ്റമാറ്റിക് ആയാലും നമ്മൾ എത്ര എങ്ങനെ പഠിച്ചാലും എവിടെ എന്ത് എങ്ങനെ എന്ത് കണ്ടന്റ് എന്നുള്ള, അപ്പോൾ ആ കണ്ടന്റിന് എങ്ങനെയാണ് എംസിഗ്മ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇപ്പോൾ എംസിഗ്മയിൽ ഉള്ള മെറ്റീരിയൽ, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഗേറ്റിൽ പല പേപ്പറിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പോൾ EC, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, ഇതിലൊക്കെ കോമൺ ആയിട്ട് കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ECക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ECയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ. നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിലും ഇലക്ട്രിക്കലിലുള്ള പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഈ 3 ബ്രാഞ്ചിൽ നിന്നും ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ 30 വർഷത്തെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതിനെ ഫുള്ളും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് സോർട്ട് ചെയ്ത് ഓരോ സെക്ഷൻ വൈസ് അറേഞ്ച് ചെയ്തിട്ടാണ് അവിടുത്തെ മെറ്റീരിയൽസ് ഇപ്പോൾ ഉള്ളത്. അതും ആ മെറ്റീരിയൽസിൽ സൊല്യൂഷൻസും നല്ലവണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാറ്റഗറി മെറ്റീരിയൽസ് നമുക്ക് പുറത്ത് എവിടെയും അന്വേഷിച്ചാൽ കിട്ടത്തില്ല. അതായത് 3 സബ്ജക്റ്റ്, അതായത് ഇപ്പം ഒരു EC പേപ്പറിൽ അപ്പിയർ ആവുന്ന സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്ട്സ് ഇലക്ട്രിക്കലിലും ഉണ്ടാവും, ഇൻസ്ട്രുമെൻറ്റേഷനിലും ഉണ്ടാവും. സോ അവരുടെ സബ്ജക്ട്സ് അവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പം എനിക്ക് സെക്കൻഡറി പേപ്പറായിട്ട് ഞാൻ ഇൻസ്ട്രുമെൻറ്റേഷനാണ് എഴുതി, അതിനെനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 61 ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്, ഈ പ്രോസസ്സിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു അത്. ലൈക്ക് ഞാൻ കോൺഷ്യസ്നെസ് ഇല്ലാതെ പോലും ഞാൻ ആ ഒരു സബ്ജക്റ്റിന് തന്നെ പ്രിപ്പയർ ആവുമായിരുന്നു ബിക്കോസ് ഓഫ് ദിസ് മെറ്റീരിയൽ. അപ്പം അതൊരു വളരെ വലിയ ഫാക്ടറാണ്. മാം പറഞ്ഞ പോലെ കണ്ടന്റ് ഒരു വളരെ വലിയ യെസ്, ഒപ്പം 1-to-1 ഇൻട്രാക്ഷൻ, അത് ഗോസ് വിത്തൗട്ട് സെയിങ്. കാരണം ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അതായത് നമുക്ക് എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് വരുന്ന ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വി വിൽ സ്റ്റേ വെയർ വി ബിഗാൻ. അതായത് നമ്മൾ എവിടെയാണ് തുടങ്ങി അവിടെ തന്നെ നിൽക്കും, അത് മുന്നോട്ട് പോകത്തില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്ന ഡൗട്ട്സ് അപ്പം ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് ആ നോളജ് എൻഹാൻസായി വരുന്നത്. സോ തിരിച്ചു ഇത് തന്നെ സെയിം എൻ്റെ ഒരു വീണ്ടും എൻ്റെ കൺസേൺ അവിടെയാണ്. ഈ ഡൗട്ട്സ് ഇപ്പം ഈ ഡൗട്ട്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ പ്രിപ്പറേഷൻ ഇടയ്ക്ക് വെച്ച് Motivated ആവും. അതെ, ഭയങ്കര അപ്പം ഇത് എന്താണ്, ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ഇങ്ങനെ അവിടെ കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്, അവിടെ വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്ന ഡൗട്ട്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്ത് ആ പാത്ത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അപ്പം സ്റ്റുഡൻറ്റിനും ആ പ്രോസസ്സ് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഈ പേരൻസിനുണ്ടാവുന്ന ഒരു കൺസേൺ ആണ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ മുന്നിലാണ് ഇവരിരുന്ന് പഠിക്കുന്നത് അല്ലേ ഇനീഷ്യലി. അപ്പോൾ ഈ സിസ്റ്റത്തിനെ ഇവർ എത്ര ഫോളോ ചെയ്യുന്നു? ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാര്യമാണ്. ഇവർ ഇവിടെ തന്നെ ഇരിക്കണം എന്നില്ല, അവർ ആ വഴിക്ക് വേറെ പലയിടത്തും പോകാം, പലതും ചെയ്യാം. ഇത് ഓൺ ചെയ്തിട്ട് എന്തും ചെയ്യാൻ. അതെ. ഇപ്പം ഞാൻ ഒരു കാര്യം, അതായത് ഈ ഗേറ്റിന് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഇവർ മാത്രമല്ല, ഗേറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത എല്ലാ ആസ്പിറൻസും അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഫുൾ ഷട്ട് ഡൗൺ ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ഫുൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആദ്യം പറയുന്നതാണ്, നോട്ടിഫിക്കേഷൻസ് ഫുൾ ഷട്ട് ഡൗൺ ചെയ്തോളൂ. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം, നന്നായിട്ട് ഉറങ്ങണമെന്ന് പറയും. കാരണം നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ പിറ്റേ ദിവസം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് പറ്റത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾ ഞാൻ ഗേറ്റ് ജോയിൻ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്ട്രാറ്റജിയാണ്, അതായത് സ്റ്റാർട്ട് യുവർ ഡേ ഏർലി. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റും അത്രയും നേരത്തെ തുടങ്ങാം. അപ്പം ഞാനെന്നൊരു വ്യക്തി യൂഷ്വലി നൈറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു. അതായത് നൈറ്റ് 1 മണി 2 മണി വരെ, എന്നിട്ട് അടുത്ത ദിവസം ലേറ്റായിട്ട് എണീക്കും അടുത്ത ദിവസത്തെ. പക്ഷേ നേരത്തെ എണീക്കുമ്പോൾ, നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുമ്പോൾ രാവിലെ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ആൻഡ് രാവിലെ കിട്ടുന്ന ഒരു എഫിഷ്യൻസി ഒരിക്കലും നൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആൻഡ് അത് സാർ പറഞ്ഞ പോലെ സാർ ആദ്യമേ പറയും, ലൈക്ക് നിങ്ങൾ നല്ലോണം ഉറങ്ങണം ആൻഡ് യു സ്റ്റാർട്ട് ഏർലി. രാവിലെ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പോഴേ നമ്മൾ കോമ്പറ്റീഷൻ്റെ അഹെഡാണ്. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ
പലരും അപ്പോൾ എണീച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ആ സമയം കൊണ്ട് നമ്മളുടെ ആ ഡേയിൽ ഒരു 30% ഓഫ് ദി വർക്ക് നമ്മൾ തീർത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ അപ്പോഴേ കോമ്പറ്റീഷനിൽ കുറച്ച് മുന്നോട്ട് നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു ഫാക്ടർ. പിന്നെ സാർ പറഞ്ഞ സോഷ്യൽ മീഡിയ, അതും സാർ ആദ്യം കയറുമ്പോൾ അതാ പറയുന്നത്, സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കട്ട് ചെയ്യുക, ഫോൺ ഓഫാക്കി സൈഡിൽ വെക്കുക. പിന്നെ ആപ്ലിക്കേഷൻ്റെ കൺസേൺ ആയിട്ട് മാം പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോവും. സെൽഫ് ഡ്രിവൺ ആവുമ്പോൾ നമ്മളിപ്പം ഒരു ക്ലാസ് റൂമിൽ ഇരുന്നാലും ചിലപ്പോൾ നമ്മൾ ഉറങ്ങും, സെൽഫ് ഡ്രിവൺ അല്ലെങ്കിൽ. അതാണ് ഇവിടുത്തെ. ഇപ്പം സെൽഫ് ഡ്രിവൺ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മുന്നിരുന്ന് ഉറങ്ങും, അത് ക്ലാസ് ചെയ്യുന്ന മുന്നിരുന്ന് ഉറങ്ങും. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല, ശരിക്കും വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാവരും മോട്ടിവേറ്റ് ആയിരിക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഞാനിവിടെ ശരിക്കും സാഹന്മാരോട് എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഗേറ്റ് എഴുതുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണേലും 1 to 1 ആയിട്ട് അവരെ കണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ, അവരൊന്ന് ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ നിതിൻ സാറിന് ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കും, അവർ വീണ്ടും വരാം. പക്ഷെ നമ്മുടെ ഒരു ആസ് എ ടീച്ചർ എന്ന നിലയിൽ, അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഓൾവേസ് നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മേ ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയലുണ്ട്, ഇവരുടെ പേരൻസ് എങ്ങനെയാണോ നോക്കുന്നത്, ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ എന്നാലും നമ്മുടെ സാഹന്മാരോട് ഞാൻ പറയലുണ്ട്, ഒരു പേരൻ്റ് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊരു കണ്ണുണ്ടായിരിക്കണമെന്ന്. അല്ല, ഇത് ഇപ്പം നേരത്തെ നഫീസ് പറഞ്ഞ പോലെ തന്നെ സിഗ്മയുടെ റിലവൻസ് ചില സമയത്ത് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഈ രാത്രി ഉറങ്ങാൻ കഴിക്കാം, നമ്മൾ നമ്മുടെ ഷെൽട്ടറിൽ ഇരുന്ന് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് ഇരുന്ന് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് പരിചിതമായ കാലാവസ്ഥയിൽ കിടന്നുറങ്ങി എണീക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് കേട്ടോ. വെൻ യു ഗോ ടു സം അതർ പ്ലേസ് ലൈക്ക് ഹൈദരാബാദോ അല്ലെങ്കിൽ ഡൽഹിയൊക്കെ പോയ ഹോസ്റ്റൽ, അവിടെ നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു എഫേർട്ടും സമയവും പോകും. ഒരു പോയിന്റും കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റ് TKM സ്റ്റുഡൻ്റ് ആണ്, പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ആള് ഇവിടെ MSigmaയിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സിലെ ഒരു ബാച്ച് മുഴുവൻ ഹൈദരാബാദ് പോയി. പിയർ പ്രഷർ കാരണം ബാക്കി സ്റ്റുഡൻസിൻ്റെ ബാച്ചോടെ അവർ അങ്ങോട്ടേക്ക് പോയി, ഹൈദരാബാദിൽ പോയി. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വീണ്ടും നമ്മുടെ ക്ലാസ്സസ് തന്നെയായിരുന്നു. നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത 2 year വാലിഡിറ്റി ആണ്. അപ്പം അവിടെ ചെന്നിട്ട് ഹൈദരാബാദിൽ പോയിട്ട് നമ്മുടെ ക്ലാസ് തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. അല്ല, അത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ വിളിക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ അപ്പുറത്തൊരു കോച്ചിങ് തരികയില്ല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എവിടെ പോയിട്ട് ഈ കുട്ടിയും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത്രയും കുട്ടികൾ അറിയുവാണ്. അല്ല, ആ കുട്ടി അവരുടെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മുടെ ഒരു കോച്ചിങ്ങിനെ പറ്റി എന്താണ് കമ്പയർ പോലും ചെയ്യാൻ പറ്റുകയില്ല മറ്റു പല രീതിയിലും. പിന്നെ ആ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് അതെന്തിനാണ് ഡിഫിക്കൽട്ടി ലെവൽ ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗേറ്റിനും IAS-നൊക്കെ 1ാം റാങ്ക് കിട്ടിയ ആൾക്കാരെല്ലാം ഈ മെറ്റീരിയൽ പ്രിപ്പറേഷൻ സമയത്തുണ്ടായിരുന്നു. ആ സമയം ശരിക്ക് ഓരോരുത്തർക്കും എക്സാം എഴുതുന്ന ഓരോ സ്ട്രാറ്റജിയാണ്. ചിലരിപ്പം 65 questions ആണ് ഗേറ്റിനുള്ളത്. 65 questions-ൽ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കിട്ടും, ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ 3 minute ആൻസർ ചെയ്താലേ കിട്ടത്തുള്ളൂ, ചില ക്വസ്റ്റ്യൻസ് 6 minutes എടുക്കേണ്ടി വരും, സെയിം മാർക്കായിരിക്കും ചിലപ്പം. അപ്പം നമ്മൾ ഈ 65 questions ആ 3 മണിക്കൂർ നോക്കണം. പലരും പല സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പണ്ട് എഴുതുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒറ്റ പോക്ക് പോകും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 minute താഴെ എഴുതാൻ പറ്റുന്ന ഷുവർ ഉള്ളത്, മേ ബി ഇവർ എക്സാം എഴുതിയ സ്ട്രാറ്റജിയുടെ നിങ്ങളൊന്ന് പറയണം. ഇപ്പം എൻ്റെ സ്ട്രാറ്റജിയാണ് പറഞ്ഞത്, പഴയ സ്ട്രാറ്റജിയാണ്. ഒരു തവണ പോകുമ്പോഴത്തേനും ഒറ്റ കണ്ണി കാണുന്ന എല്ലാം. കാരണം ഞാൻ ആദ്യത്തെ വർഷം ഗേറ്റ് എഴുതിയപ്പോൾ എന്താണെന്നുണ്ട്, ഞാനൊരു 40 questions ഒക്കെ എത്തിയപ്പോഴത്തേന് സമയം കഴിഞ്ഞു പോയി. വീട്ടിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് എനിക്ക് അറിയാവുന്നതും സിമ്പിൾ ക്വസ്റ്റ്യനും എല്ലാം എന്താണ് അവസാനമുള്ളത്. അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ് ഇത്. എൻ്റെ മാത്രം സ്ട്രാറ്റജിയല്ല, അന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന ഇവരും ഈ ഓൾമോസ്റ്റ് അല്ല എല്ലാവരും ഓൾമോസ്റ്റ് ഇതായിരിക്കും. ശരിക്കും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇജാസാർ എന്ന് പറയുന്നത് IAS-ന് 1ാം റാങ്കാണ്. IAS-ന് 1ാം റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ റെക്കോർഡ് മാർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു സ്ട്രാറ്റജി ഇതാണ്, ആദ്യം ഒറ്റ റൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നോക്കുക, 65 ക്വസ്റ്റ്യനും പോവും. അതിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പോകത്തുള്ളൂ. പിന്നീട് ശരിക്കും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 minute എനിക്ക് എഴുതാൻ കിട്ടുമെന്നുള്ളത്. ഇതെല്ലാം പ്രാക്ടീസിലെ നമുക്ക് എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കോച്ചിങ്ങിൻ്റെ റിലവൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ കണ്ടാൽ ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണോ പാടാണോ.
എപ്പോഴും 100 മാർക്ക് മേടിക്കലല്ല ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. സംടൈംസ് 2009 തോന്നുന്നു 27 മാർക്കിൽ 1000 താഴെ ഉണ്ടായിരുന്നു റാങ്ക്. കാരണം ക്വസ്റ്റ്യൻ അത്രമാത്രം ടഫായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ടഫാണോ ഈസി, ചില പിള്ളേർ ചുമ്മാ കേട്ടിട്ട് 65 ക്വസ്റ്റ്യൻ എഴുതും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്, എഴുതുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഞാൻ ഇത്ര മാർക്ക് മേടിച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു റാങ്ക് ഉണ്ടാകും. ശരിക്കും ഓഫ് കോഴ്സ് അതാ ക്വസ്റ്റ്യൻ ഈസി ആണോ ഹാർഡാണോ എന്ന് അറിയാൻ പറ്റണം. അപ്പോൾ ഈ 2-3 തവണ, ഞാനൊക്കെ 3 തവണ എന്താണ് പറയുന്നത്, ഈ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പോകുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റീരിയൽസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ എല്ലാ നോർമലായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PYQs എന്ന് പറഞ്ഞിട്ട് നിരത്തി ക്വസ്റ്റ്യൻസ് ഇടുവാണ്. ഇതിൽ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറന്മാർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ സബ്ജക്റ്റിനെ തന്നെ പോർഷൻ വൈസ് ആയിട്ട് തിരിച്ച്, നമ്മളൊരു സബ്ജക്റ്റ് മൊത്തം പഠിക്കാൻ നേരത്ത് ഒരു സബ്ജക്റ്റിൽ ഒരു 8 പോർഷൻ കാണും, ആ പോർഷൻ വൈസ് ആയിട്ട് തിരിച്ച്, എന്നിട്ട് ആ പോർഷനിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നു. അതിൽ തന്നെ ഡിഫിക്കൽറ്റി 1, ഡിഫിക്കൽറ്റി 2, ഡിഫിക്കൽറ്റി 3 ഇങ്ങനെ പോകുന്ന കാരണം ഇവർക്ക് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവർക്ക് അറിയാൻ പറ്റും ഏത് ലെവലാണെന്ന്. ഇത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്താണ്. അതിൻ്റെ പിന്നിൽ ശരിക്കും സാറന്മാരെടുത്തൊരു എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറഞ്ഞ് മനസ്സിലായോ, 10 സബ്ജക്റ്റ് ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് 10 സബ്ജക്റ്റും ഒരു ബ്രാഞ്ചിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, ഈ 3 ബ്രാഞ്ച്, ഈ സബ്ജക്റ്റ് അടുത്ത ബ്രാഞ്ചിലുണ്ടെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കും, അതിനെ 10 പോർഷനായിട്ട് തിരിക്കും, എന്നിട്ട് 30-35 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻറ്റു 3 ബ്രാഞ്ച്, അത്രയും ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ പോർഷനിലെ ക്വസ്റ്റ്യൻ തപ്പിയെടുക്കണം സാറന്മാർ. ശരിക്കും ഇതിൻ്റെ ഈ ഐഡിയ ശരിക്കും ഇജാസ് സാറിൻ്റെ ആണ്. IAS ഫസ്റ്റ് റാങ്ക് 2014 IAS ഓൾ ഇന്ത്യ ഫസ്റ്റ് നേടിയ സാറിൻ്റെ ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അത് നോർമലി എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഞാൻ ഭയങ്കര ക്വസ്റ്റ്യൻ തപ്പി എടുക്കണം, അതിനുശേഷം ഡിഫിക്കൽട്ടി തിരിക്കണം. അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ശരിക്കും എന്നോട് പലരും, ഇപ്പോൾ ഗോപാല സാറ് വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നോട് പലരും ചോദിക്കലുണ്ട് എന്താണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോ അല്ലാതെ ഈ പറയുന്ന ബിസിനസ്സോ ഒന്നുമല്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതാണ് ഞാൻ കാണുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. യെസ്, ഗ്രൂപ്പ് ഓഫ് ജെംസ്. അതാണ് എൻ്റെ സമ്പാദ്യം. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതെന്നേ പറയത്തുള്ളൂ. കാരണം കാലഘട്ടം മാറി. ഞാനൊക്കെ പഠിച്ചിറക്കുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് പുറത്ത് വന്നാൽ ഗേറ്റ് എഴുതാം, 2 ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെയും ജോലിക്ക് പോവാം, 3 ഇന്ത്യക്ക് വെളിയിൽ പോവാം, അതിനും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനിലാണ് നമ്മൾ. ഇപ്പം ഇതൊക്കെ മാറി ഒരു ഓപ്ഷനിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഗേറ്റ് ചെയ്ത് ഒരു പ്രൈവറ്റ് കമ്പനി വരെ സ്കോർ ചെയ്യും. സോ അങ്ങനത്തെ കാലഘട്ടത്തിൽ എം സിഗ്മ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ എത്തിവരെ എം സിഗ്മ ഇസ് ഓഫർഡ് യു സിഗ്മ ഗോകുലം. കോഴ്സ് ആ ഗോകുലം ഇസ് ബാക്ക് പോകണം. അപ്പോൾ ഒരു കുട്ടി എം സിഗ്മയുടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒറ്റ വാക്ക്. ആക്ച്വലി അത് ഒറ്റ വാക്കിൽ പറയേണ്ടതല്ല. കാരണം ഇപ്പം ഗോപാല സാറ് സൂചിപ്പിച്ചിരുന്നത്, ഫൈനലി എത്തുമ്പോഴത്തേനാണ് കുട്ടികൾ ഗേറ്റിലേക്ക് വരുന്നത്. സെൽഫ് ഡ്രിവൺ അല്ലെങ്കിൽ എന്നെയും കൊണ്ട് ഇത് പറ്റുമെന്ന് കഴിവുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അവരെ നമ്മൾ നല്ല റാങ്കിൽ എത്തിക്കലും അവർക്കൊരു നല്ല ഭാവിയാക്കലും ഉണ്ട്. സത്യത്തിൽ എൻജിനീയറിങ് ജോയിൻ ചെയ്തിട്ട് 4 വർഷം എൻജിനീയറിങ് പഠിക്കുമ്പോഴേ ചിലരുടെ ബോധം പോവും, എങ്ങനെയെങ്കിലും ഈ കോഴ്സ് ഒന്ന് പാസ്സായാൽ മതി എന്നുള്ളവരെത്തും. ഇവരെ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെൽഫ് ബിലീവുള്ള, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രമാണ് ഓക്കെ ഞാൻ ഗേറ്റ് എഴുതും, എൻ്റെ ലക്ഷ്യം ഇതുപോലത്തെ ചെറിയ ജോലിയല്ല. മനസ്സിലാക്കണം, എൻജിനീയറിങ് പഠിക്കാൻ വരുന്നതിൽ നിന്ന് അവസാനം ഈ ഗേറ്റിനെ പറ്റി ചിന്തിക്കുന്നവർ 10% താഴെ ആൾക്കാർ മാത്രമാണ്. ബാക്കി 90% ആൾക്കാർക്ക് ഈ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും ബിടെക് ഒന്ന് പാസ്സായി പുറത്തായാൽ മതി എന്നുള്ള ഇതാണ്. ബിടെക് പഠിക്കുന്നത് അവർ പഠിക്കേണ്ട രീതിയിലല്ല പഠിക്കുന്നത്. പക്ഷേ പഠിക്കേണ്ട രീതിയിൽ സബ്ജക്റ്റ് പഠിച്ചാലുണ്ടല്ലോ നമ്മളെന്താണ് പറയുന്നത്, എന്നെ ഇഷ്ടപ്പെടും. പഠനം എന്ന് പറയുന്നത് എന്താണ് അത്, അതല്ല, ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നും. സബ്ജക്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാകുമ്പോഴത്തേനാണ് എൻജിനീയറിംഗ് പഠനത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതാണ് ആൾക്കാർ പോകുന്നത്. അപ്പം നമ്മൾ എം സിഗ്മ ഗോയിൽ ഇപ്പോൾ ഗേറ്റ് ഓഫ് കോഴ്സ് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 100 റാങ്കിൽ 20 പേരെ വരുത്താൻ പറ്റി, ഒരുപാട് പേരെ നല്ല റാങ്കിൽ എത്തിച്ച് ഇവരുടെ ഭാവി ഇത്രയും വരുത്താൻ പറ്റി. പക്ഷേ ഈ ഭാവിയെല്ലാം വരുത്താൻ പറ്റിയത് എന്താ,
ഇവരെ പോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള കുറച്ച് പേരെ മാത്രമാണ്, ബാക്കി 90% ആൾക്കാരില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് വീണ്ടും ഗോപാല സാറിൻ്റെ എന്താണ് പറയുന്നത് അതിൽ. കാരണം അങ്ങനെ ഒരു കോഴ്സ് 0 to Infinity എന്നുള്ള കോഴ്സാണ്. ഈ 0 to Infinity ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ഇന്ത്യൻ എൻജിനീയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ അവനെ ജോയിൻ ചെയ്യുമ്പം ഇതൊരു യുണീക്ക് കോംപ്രഹെൻസീവ് കോഴ്സാണ് ഫോർ 4 years. ഒരു കുട്ടി എൻജിനീയറിങ് ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ഇയർ മുതൽ 4th ഇയർ വരെ നമ്മുടെ ഗൈഡൻസിലായിരിക്കും. ഇപ്പോൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഒരു വർഷത്തെ ലാസ്റ്റ് ഗേറ്റിന് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവരെ പോലുള്ളവർ വരണം, ബാക്കി 90% ആൾക്കാരില്ല. ബാക്കി അതുകൊണ്ടാണ് ഈ പറയുന്ന അൺഎംപ്ലോയബിലിറ്റി, തൊഴിലില്ലായ്മ എന്നത്. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് അൺഎംപ്ലോയബിലിറ്റിക്ക് ഒരു ക്യൂ ഉണ്ട്. ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചിട്ട് ആ ക്യൂവിൻ്റെ നീളം കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെ അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ അത്ര വരുവാണ്. ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ക്യൂവിൻ്റെ നീളം കൂട്ടുന്നത് അൺഎംപ്ലോയബിലിറ്റിയുടെ. അപ്പോൾ അത് മാറ്റി നമ്മൾ ഈ 10% ആൾക്കാരെയും മാത്രമല്ല ബാക്കി 90% ആൾക്കാരിലും കൊണ്ടുവന്നിട്ട്, അതാണ് ശരിക്കും നമ്മുടെ എന്താണ് ഒരു വിഷൻ എന്ന് പറയുന്നത്, ബിൽഡിംഗ് ദ നേഷൻ ബൈ ക്രാഫ്റ്റിംഗ് ദ ബെസ്റ്റ് എൻജിനീയേഴ്സ്. അപ്പോൾ ഈ ബെസ്റ്റ് എൻജിനീയേഴ്സ് ഇപ്പോൾ ഓഫ് കോഴ്സ് ഇവർ ഓൾറെഡി ഇവർക്ക് കുറച്ച് ബെസ്റ്റ് എൻജിനീയർ ആയിരുന്നു. അതിനെ നമ്മളൊന്ന് എന്താണ് പറയുന്നത് ഒന്ന് സഹായിച്ചു കൊടുത്തതേ ഉള്ളൂ. അവരപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റായി. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാത്രം പോരാ, ബാക്കിയുള്ള 90% ആൾക്കാരെ എത്തിക്കാനാണ് 0 to Infinity പഠിച്ചെന്ന് പറയുന്നത്. അതിൽ ശരിക്കും നമ്മളെ അവരെ ബിടെക്കിലെ മുഴുവൻ സബ്ജക്റ്റുകൾ പഠിപ്പിക്കും. അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ല് വേണം, സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇവരുടെയൊക്കെ ഉള്ളിലൊരു ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ഉള്ളത് കൊണ്ടാണ് ഗേറ്റിൻ്റെ ഫുൾ ഫോം തന്നെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. ഇവരുടെ ഉള്ളിൽ ഓൾറെഡി ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എന്നെ കൊണ്ട് പറ്റും ഗേറ്റ് എന്ന് തോന്നുന്നത്. പക്ഷേ ബാക്കി 90% ആൾക്കാർക്കില്ല. അപ്പോൾ അവരെ ഫസ്റ്റ് ഇയറിൽ നിന്ന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ലൈഫ് സ്കില്ല്, സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് വേണ്ട ഞാൻ പറയില്ലേ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ശരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്കില്ലുകൾ. പിന്നെ ഇന്നത്തെ കാലത്ത് ഓഫ് കോഴ്സ് കോഡിങ്, AI ട്രെയിനിങ്, ഇതിനുപരി എന്താണ് പറയുന്നത് എഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, പേറ്റൻ്റ് എടുക്കാൻ പറ്റണം, എന്താണ് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകണം, ലീഡ് കോഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം മൈക്രോസോഫ്റ്റും ഇൻസ്റ്റാഗ്രാമും ഒന്നും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അല്ല നടത്തുന്നത്. പണ്ട് കാലത്തെ ഇൻഡസ്ട്രിക്ക് കുട്ടികളെ അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് ഇറങ്ങി വരണമായിരുന്നു. പക്ഷേ ഇന്ന് ഇൻഡസ്ട്രി മാറി. ഇന്ന് കമ്പനിക്ക് ഇരുന്നാൽ ആരാണ് നല്ലപോലെ പെർഫോം ചെയ്യുന്നത് അറിയാം. ഈ ഇൻസ്റ്റാഗ്രാമും മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ ഒരിക്കലും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം പ്ലേസ്മെൻറ്റ് അവരൊന്നുമില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് കോഡ് പോലത്തെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ, നമ്മുടെ കോഡിങ് സ്കില്ലുകളൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒത്തിരി എന്താണ് പറയുന്നത് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിൽ പെർഫോം ചെയ്യുന്നവരെയാണ് മൈക്രോസോഫ്റ്റ് എല്ലാം നേരിട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് പറയുന്നത് പ്ലാറ്റ്ഫോംസിൽ പെർഫോം ചെയ്യാനും പഠിപ്പിക്കുന്ന എഡ്ജ് പ്രോസസ്സ് ഉണ്ട്. ഇതുകൂടാതെ ഗേറ്റ്, IAS എല്ലാവരും ഈ പറയുന്ന ഗേറ്റ് എഴുതണമെന്നല്ല. ടെക്നിക്കലായിട്ടുള്ള എന്താണ് ടെക്നിക്കൽ ഫീൽഡിൽ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഗേറ്റ് എഴുതേണ്ടത്. ഓണ്ടർപ്രണർഷിപ്പ് മാനേജ്മെൻറ്റിലുള്ളൊരു MBA ആണ് പോകേണ്ടത്. CAT ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ BTech പ്ലസ് MBA വേറൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ CAT കോച്ചിങ്ങും, അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to Infinity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാം ഉണ്ട്. BTech സബ്ജക്റ്റും സ്കിൽ ഡെവലപ്മെൻറ്റും കോഡിങ്ങും AIയും എഡ്ജ് പ്രോസസ്സും ഗേറ്റും CATും IAS എല്ലാം ഉൾപ്പെടുത്തി ഉള്ള 4 വർഷത്തെ, അതാണ് 4 വർഷത്തെ പ്രോഗ്രാം. അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം നോർമലി ഇപ്പോൾ എന്താണ് ഹൈദരാബാദിലൊക്കെ ഒരു ഗേറ്റ് കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ 50,000, ഡൽഹിയിലാണ് 80,000 ഫീസാണ്. ഞാനിപ്പോൾ കുറേ ബാക്കി ചിലവ് വേറെ. ഞാനിപ്പോൾ കുറേ കോഴ്സുകൾ പറഞ്ഞ് ഈ കോഴ്സുകളെല്ലാം കൂടെ ഒരാൾ പഠിക്കണമെങ്കിൽ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ വേണം. അവിടെയാണ് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാല സാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും സാറിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ഗേറ്റിന് റാങ്ക് വന്നപ്പോഴത്തേന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പം എല്ലാവരും അങ്ങ് ഗേറ്റ് പഠിപ്പിച്ചുകൂടെ, എല്ലാവർക്കും ഇത്രയും വലിയ. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു മറ്റേ 1.2 crore സാലറി ഉള്ളതെന്ന്. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ പിന്നെ നീ എല്ലാവരെയും ഗേറ്റ് പഠിപ്പിക്കുക, എന്നിട്ട് എല്ലാവർക്കും 1 കോടി രൂപ സാലറിയാകും, അവരെല്ലാ രാജ്യത്തിൻ്റെ സേവകരായി മാറട്ടെ എന്ന്. അപ്പോൾ നമുക്ക് സാറ് എല്ലാവരെയും ഗേറ്റ് പഠിപ്പിക്കാൻ പറ്റിയല്ല. അപ്പോഴാണ് ഈ ആശയം വന്ന് 90% ആൾക്കാരിരുന്നത്. അപ്പോഴാണ് ശരിക്കും സാറാണ് ചോദിച്ചത് നമുക്കതുപോരാ, ഈ പറയുന്ന എൻജിനീയറിങ്ങിലെ മുഴുവൻ കുട്ടികളെ ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട്
ഈ 0 to Infinity എന്നുള്ള ആശയം ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ 66 പേര് 3 വർഷം കൂടി ഇരുന്നിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. ഞാനിപ്പോൾ ഒറ്റയടിക്ക് അത് പറഞ്ഞതേ ഉള്ളൂ, ഗേറ്റ് കാറ്റർ സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന്. ഇത് അങ്ങനെയല്ല, 4 വർഷത്തെ പ്രോസസ്സാണ്. എന്താണ് പറഞ്ഞത്, ഒരു യുണീക്ക് കോംപ്രഹെൻസീവ് 4-year കോഴ്സാണ്. ഒരു ഇന്ത്യൻ എഞ്ചിനീയർക്ക് വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴത്തേന് ഞാൻ പറയില്ല 5 ലക്ഷം 6 ലക്ഷം, ചില കുട്ടികൾ ഇങ്ങനെ പറയലുണ്ട് ഇതെല്ലാം കൂടെ എടുക്കണേ നിങ്ങൾ 8 ലക്ഷം ഫീസ് മേടിക്കുള്ളൂ എന്ന്. അവിടെയാണ് ഗോപാല സാറിൻ്റെ ആ വിഷൻ. ഗോപാല സാറാണ് 0 to Infinity എന്ന ആശയത്തിൻ്റെ പിറകിലുള്ളത്. എല്ലാവരും 1 കോടിയിൽ എത്തിക്കാവോ? പറ്റൂല സാർ, ബാക്കി 90% അവരെ നമുക്ക് എത്തിക്കണം. അവരെ എത്തിക്കാനുള്ളൊരു കോഴ്സാണ് 0 to Infinity. ശരിക്കൊരു കാര്യം അറിയാം, സാർ ഈ കോഴ്സ് 4 വർഷത്തെ കോഴ്സ് ഇന്ത്യയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് വെറും 15,000 ഫീസിനാണ്. 15,000. വെറും 15 ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് ഒരു സെമസ്റ്ററിൽ ഇപ്പോൾ ഒരു ട്യൂഷന് പോണതിൽ 6000 രൂപയാണ്. 3000 രൂപയാണ്. ഓഫ്ലൈന് അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പം പണ്ട് സാറ് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഓഫ്ലൈനിൽ പണ്ട് 3000 രൂപ ആയിരുന്നു. അതായത് ഒരു സെമസ്റ്ററിൽ മുഴുവൻ സബ്ജക്റ്റ് പഠിക്കണം, അപ്പോൾ 18,000 രൂപ ആവും, 18,000 ആവും. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നപ്പോൾ തന്നെ ഒരു സെമസ്റ്ററിൽ 7,000 കൊടുക്കുന്നുണ്ട്. 2 സെമസ്റ്ററിലെ വെറും ബിടെക് ട്യൂഷൻ. ഈ ബിടെക് ട്യൂഷൻ തന്നെ പഠിച്ചാൽ തന്നെ ഇത്രയാവും. അപ്പോഴാണ് ശരിക്കും സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ശരിക്കിപ്പം ഇവർ നമ്മുടെ അഭിമാനമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മാത്രമല്ല അഭിമാനമല്ല, ഇവർ കേരളത്തിൻ്റെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. നാളെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യക്കായി ഉണ്ടാവും. അതിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ഇനി ഇവരാണ് വളർന്നു പോകുന്നത്. കാരണം ഇനി ഞങ്ങളെക്കാട്ടിലും വലിയ ബുദ്ധിമാന്മാരായിട്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് പോയിട്ട് ഇവർ നാളെ ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിലൊരു ചെറിയ ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഇനി ഇപ്പം എം സിഗ്മ ഗോകുലത്തിൽ ഒരുപാട് കോഴ്സസുകളുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 വർഷമോടെ കഴിഞ്ഞാൽ 0 to Infinity എന്ന് പറയുന്ന ഒറ്റ കോഴ്സേ ഉള്ളൂ. കാരണം ഒരു എഞ്ചിനീയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ 4 വർഷത്തെ ഈ കോഴ്സിന് ഇപ്പോൾ ഗോപാല സാർ പറഞ്ഞ പ്രകാരം എഞ്ചിനീയറിങ്ങിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് 15,000 മാത്രമാണ് ഫീസ് വെച്ചേക്കുന്നത്. സാർ പറഞ്ഞു വരുന്നത് ഇപ്പം ഈ 4 വർഷത്തേക്ക് 15,000 എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ഈ 4 വർഷവും നമുക്ക് ഗേറ്റ് കോച്ചിങ് പോലുള്ള എല്ലാം ഫുൾ ടൈം ആക്സസ് തരുമ്പോൾ ഈ 1-to-1 സെഷൻ, ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലുള്ള 1-to-1 സെഷൻ നിതിൻ സാറിനോടായിരുന്നു. സാറിനെ പോലുള്ള ആൾക്കാർ 4 വർഷം ഒരു മിത്രത്തോടെ കാണും. അങ്ങനെയാണ് അത് ലോട്ടറി അല്ലേ. അതിപ്പം അതിന് ആ ഒരു പ്രൈസിന് അതിപ്പം നമുക്ക് ഗേറ്റ് കോച്ചിങ് പോലും അതിനേക്കാളും ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതെ. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഗോപാല സാറിൻ്റെയാണ്. സാർ എപ്പോഴും പറയലുണ്ട് ശരിക്ക് വിദ്യാഭ്യാസം എന്താണ് വ്യവസായവൽക്കരിക്കരുതെന്ന് പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, അപ്പൊ എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് പ്ലാൻ? ഇപ്പം സ്കോർ കിട്ടി, റാങ്ക് കിട്ടി, അപ്പൊ വാട്ട് ഇസ് നെക്സ്റ്റ്? രണ്ടുപേരും നമുക്ക് 2 പേർക്കും ഏകദേശം ഒരേപോലെ പ്ലാൻ തന്നെയാണ്. ഇപ്പോൾ ആദ്യം M.Tech ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബ്രാഞ്ച് ഏതാന്ന് ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ ബ്രാഞ്ചിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതെന്നും ഏറ്റവും നല്ലതായിട്ടുള്ളതും ഒന്ന് അന്വേഷിച്ച് സീനിയേഴ്സുമായിട്ടൊക്കെ. ഡിസിഷനിൽ എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ മനസ്സിൽ. നമ്മളിപ്പോൾ M.Tech ചെയ്യണം. അപ്പോൾ VLSI എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് ചെയ്യാൻ താല്പര്യം. അപ്പോൾ നഫീഷിനും എനിക്കും 2 പേർക്കും അത് തന്നെയാണ് താല്പര്യം. അപ്പോൾ ഇപ്പോൾ IIT മദ്രാസിലാണ് VLSIക്ക് ഏറ്റവും ബെസ്റ്റ് പോസിബിലിറ്റി ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ IIT മദ്രാസ് VLSI ആണ് നോക്കുന്നത്. ഇപ്പോൾ കുറേ MNCs അവിടെ കൊളാബറേഷൻ ചെയ്ത് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവിടെ പോയാൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എൻലെസ് ആണ്. അതായത് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എൻലെസ് ആണ്. അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പീപ്പിൾ, അവരുടെ നോളേജ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ ആ ലെവലിലുള്ള ആളുകളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണം. ഓക്കെ, അപ്പം അവിടെ പോയാൽ അത് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് ആണ് നമ്മൾ. അപ്പൊ ഇനി നമുക്ക് വിഷ് ചെയ്യാൻ പറ്റുന്നത് ഓൾ ദി ബെസ്റ്റ് ആണ്. കുറച്ച് നാൾ കഴിയുമ്പം മൻസാർ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇങ്ങനെ പേരുകളും കാര്യങ്ങളും അച്ചീവ്മെന്റ്സും കേൾക്കുമ്പോൾ വി ഓൾ ഷുഡ് ബി പ്രൗഡ് അല്ലേ? നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഗൈഡ് ചെയ്തവർക്കും മനു സാറിനും അതുപോലെ ഗോപാലൻ സാറിനും എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗമാവാൻ അല്ലെങ്കിൽ ഒരു നിമിത്തമാവാൻ സാറ് പറഞ്ഞ പോലെ സാധിക്കും, ഇനിയും സാധിച്ചുകൊണ്ടേയിരിക്കും. സർ, ചില ആൾക്കാർ തന്നെ നമുക്കൊരു ബ്രാൻഡാണ്. അതായത് നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അതെന്താണെന്ന് നോക്കുന്നേക്കാൾ അത് ഏതാണ് ബ്രാൻഡ് നോക്കുക. അതായത് ചില ബ്രാൻഡ് നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് ആണ്, അവർ വർഷങ്ങളോളം ഉണ്ടാക്കി വെച്ചൊരു ട്രസ്റ്റ്. അതുപോലെ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദ ബെസ്റ്റ് ആണ്, ഒരു ബെസ്റ്റ് പോലുമല്ല, ദ ബെസ്റ്റ്. സോ M Sigma എന്ന് പറയുമ്പോൾ M Sigma ഗോകുലം എന്ന് പറയുമ്പോഴാണ് അതൊരു മുഴുവനാണ്. അപ്പൊ ഗോകുലത്തിന്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അല്ലേ? ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണെങ്കിലും
അവർക്ക് പിന്നെ ഓക്കെ ഗോകുലത്തിന്റെ ബ്രാൻഡ് അവിടെയാണ് നമ്മൾ വരുന്നത്. ഞാൻ ചോദിക്കാൻ വന്ന ഇതല്ല, നമ്മൾ നേരത്തെ മൻസാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറയായിരുന്നു സാറ് AI പറ്റി ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന പറ്റി സംസാരിച്ചു. ഞാൻ അപ്പൊ സാറിനോടും ചോദിച്ചു, സാറൊക്കെ തുടങ്ങിയ സമയത്ത് ഗോപാലൻ സാറൊക്കെ തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ എഴുതുന്ന അവസ്ഥയായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാവരും സാറാണ് എക്സ്പീരിയൻസ്ഡ്, ഏറ്റവും മൂത്ത ആളാണ്. അപ്പൊ സാറ് പണ്ടൊക്കെ എഴുത്തായിരുന്നു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ യുഗം വന്നു, ഫ്ലോപ്പി ഡിസ്ക് വരുന്നു, അത് കഴിഞ്ഞ് CD വരുന്നു. അവിടുന്ന് നമ്മളിപ്പം ഡിജിറ്റൽ യുഗത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പോലും AI ആയിട്ട് അപ്ഡേറ്റഡ് അല്ല. സാർ AI പറ്റി ചോദിച്ചു എന്ന് പറയുമ്പോൾ സാർ എങ്ങനെയാണ് ഇങ്ങനെ, ഹൗ ആർ യു കീപ്പിംഗ് ദിസ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട്? ഇതൊക്കെ ഞാൻ ഇതൊന്നും ഒന്നും എന്താണ് ഇതൊന്നും പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. ഏത് കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കണം, അത് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എല്ലാ കാര്യം പറ്റും. ഇതൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര നോക്കിക്കൊണ്ടേയിരിക്കോ? അതായത് നമ്മൾ 1, 2, 3 ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഉയരത്ത് കയറുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ നമുക്ക് കയറാൻ പറ്റില്ല. ഇല്ല. നമ്മൾ പല ദിവസങ്ങളായിട്ട് നമ്മൾ കയറുമ്പോൾ ഭയങ്കര ഹൈറ്റിലെത്തും. അപ്പോൾ സമയത്ത് ഇതെല്ലാം നമ്മൾ കാര്യമാണോ നമുക്ക് പോകാം. ഇതെങ്ങനെയാ കാര്യം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. അതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായില്ലേ? നമ്മൾ കയറിക്കൊണ്ടേ പോയിക്കണം, പക്ഷെ നമ്മൾ ക്ഷീണിച്ചാണ്ട് ഇരിക്കരുത്. അതാണ് ഒരു കാര്യം. ഇരിക്കാൻ പാടില്ല, നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കണം. എത്തിക്കഴിഞ്ഞ ശേഷം, കാരണം നടുവിൽ ക്ഷീണിക്കുന്നവരാണ് എവിടെ എത്താത്ത. നമ്മൾ ലക്ഷ്യം മേലെ എത്തലാണ്. ആ മേലെത്തുന്നവരെ നമ്മൾ നല്ല ക്ഷീണിച്ച് ഇരുന്ന് അങ്ങനെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് എത്തിയെന്ന് പറയാൻ പറ്റും. എന്നും ഞാൻ പകുതിയിലിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ചത് പകുതിയിലെത്തിയിട്ടുള്ളൂ. എന്നും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് എനിക്ക് കുറെ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമില്ല. എന്തെങ്കിലും ഇന്നത്തെ യുവതലമുറ എന്ന് വെച്ചാൽ പല കഴിവുള്ള ആളുകളാണ്. ആ കഴിവുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇന്ത്യക്കോ കണ്ടില്ലേ, ഇത് പിന്നെ യാത്ര ചെയ്ത് അന്തരീക്ഷത്തിൽ നടന്നൊക്കെ തിരിച്ചു വന്നവർ 10 പേരായി. നമുക്കൊക്കെ അതൊക്കെ ഇനി യാത്രയായിട്ട് പോവും, ഈ ടൂറിസമായിട്ട് അങ്ങനെ പോവില്ല. അപ്പോൾ അതൊക്കെ അത് എന്തിൻ്റെ പേരിലാണ്? എഞ്ചിനീയറിങ്ങിൻ്റെ ഒറ്റ ഒരു കഴിവ് കൊണ്ടാണ് പേര്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിങ്ങിനെ പോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് കാര്യം. രണ്ടാമത്തെ കാര്യം ചോദിച്ചൊക്കെ ഒത്തിരി നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായി പരിശോധിക്കും. ഇത് ശരിയാണോ? അത് ആദ്യം നമ്മൾ ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കാം, ഒരു ഐഡിയ ആദ്യം ഉണ്ടായിരിക്കാം. പിന്നെ അത് പ്ലാൻ ചെയ്യാം, പിന്നെ അത് ക്ലിയർ ചെയ്യാം. അത് ഈ 3 ഘട്ടത്തിൽ 3 രീതിയിൽ ആദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ആ ഐഡിയ ശരിക്കും ആ ഐഡിയ നമ്മുടെ മനസ്സിലെടുത്ത് ചെയ്തിട്ട് രണ്ടാമത് പ്ലാൻ ചെയ്യാം. എങ്ങനെ ചെയ്യണം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കാനുള്ള വഴി. ഇതാണ് ഏറ്റവും നല്ല വഴി. എങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ഇതിന് എത്രയോ വർഷങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കണ്ടുപിടിക്കാം. അതാണ് ആ കണ്ടുപിടിക്കുന്ന ആളാണ്, അതിലാണ് നമ്മുടെ വിജയം. ആ കണ്ടുപിടിക്കുന്ന ആൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, സത്യസന്ധനായിരിക്കണം, എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അത് ആ രീതിയിലുള്ള ആളുകളെ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഇപ്പൊ നാളെ ഇപ്പോൾ ചെറുപ്പക്കാരും പഠിക്കേണ്ട എന്ത് കാര്യങ്ങളും നമ്മൾ ഏത് രീതിയിലും പിന്നെ എന്ത് പരാജയങ്ങളായാലും നമ്മൾ നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല. എത്രയായാലും നമുക്ക് വിജയമുണ്ടെന്നുള്ളത് കണ്ടിട്ട് മുന്നോട്ട് പോകണം. അത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ളവർക്ക് എപ്പോൾ വിജയം ഏർപ്പെടുമായി. സാർ ഒരു ഓൺട്രപ്രണർ ആവുക എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ലല്ലോ. സാറിനെ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. സാറ് പറഞ്ഞ പോലെ ഉറക്കത്തിലും അബ്ദുൽ കലാം പറഞ്ഞ പോലെ പകലിലും കണ്ണു തുറന്നിരുന്നും സ്വപ്നം കണ്ടും ഒരുപാട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അപ്ഡേറ്റഡ് ആയി ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വരുന്ന എഞ്ചിനീയേഴ്സ് ആണ്. അവര് ഈ പറയുന്ന രാഷ്ട്ര നിർമ്മാണം ഒക്കെ പഠിച്ച അവസാനം ദേ ആർ ബിക്കമിങ് ആൻ ഓൺട്രപ്രണർ. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികളോട് സാറിന് എന്താ ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ളത്? ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏത് ആൾക്കാരും പഠിച്ച ആൾക്കാർക്ക് എല്ലാവരും തന്നെ ബിസിനസ്സിൽ വരാം. അത് എഞ്ചിനീയറിംഗൊക്കെ എന്നും കൂടുതൽ സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ഒരു ആൾക്കാർ. അപ്പം അവർ ഒരു ഫാക്ടറി ഒരു എഞ്ചിനീയറിംഗ് കമ്പനി ചെയ്യുകയാണെങ്കിൽ ഒരു ഫാക്ടറി ആരംഭിക്കും. ഈ ഫാക്ടറി ആരംഭിച്ചാൽ സെയിൽസ് ചെയ്യണ്ടേ? അപ്പോൾ അവിടെ ബിസിനസ് തന്നെ ഇല്ല അവിടെ. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് അവർക്ക് ബിസിനസ് വരാം. അവർക്ക് അതായത് ഒരു പിന്നെ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഒരു പാത്രമായിട്ട് നമ്മൾ കാണാവും. അതിന് നമ്മൾ അറിവുകളായിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കണം. വെറും പോട്ടുണ്ടാക്കിയത് കാര്യമില്ല. അത് എഡ്യൂക്കേഷൻ പോട്ടാണ്.
അതിന് നമ്മൾ അറിവ് നിറക്കച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. ആ. അല്ലാതെ കാലിപ്പൊട്ടലാക്കാൻ പാടില്ല. ആ. അവിടെ ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കാലിപ്പൊട്ടത് വേണ്ടി ഉണ്ടായിട്ട് ഒരു കാര്യം. വെള്ളം നിറച്ച് വന്നാൽ അതിന് വേണ്ടി ഉണ്ടാവും. അതുപോലെ പഠിപ്പ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. പഠിപ്പിന് അതിന് അറിവുണ്ടായിരിക്കണം, തിരിച്ചറിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ആ പോട്ടിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അറിവുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏതായാലും ആ ഒരു പോട്ടുണ്ടാക്കിയാൽ അതിൽ നീല നിറത്തിലുള്ള വെള്ളം കഴിക്കാം, ഏച്ചിട്ട് കഴിക്കാം, എല്ലാ തരത്തിലും അതിൽ ഒഴിക്കാൻ പറ്റും. അത്ര മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതി തിരഞ്ഞെടുക്കണമെന്നും നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് കഴിവിനനുസരിച്ചായിരിക്കും തിരഞ്ഞെടുക്കുക. ഒന്നും അറിവില്ലാത്തതിനൊന്നും ഇപ്പോൾ എഞ്ചിനീയറിങ് പഠിച്ച ഒരാൾ ഒരു ഫാക്ടറി ആരംഭിക്കാൻ ഈസിയാണ്. അവനെ സംബന്ധിച്ച് അവന് ഏത് കീഴിലുള്ള ഏത് കലക്കാരൻ ചെയ്യുന്ന സമയത്ത് അവനെ മനസ്സിലാക്കാൻ പറ്റിയത് തെറ്റാ ചെയ്യുന്നത്. അത് ഒരു എഡ്യൂക്കേഷൻ എല്ലാത്തിനും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എന്ത് വരെ അവനെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർക്ക് ഏറ്റവും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടി എഞ്ചിനീയറാണ്. അതാണ് ഏറ്റവും നല്ല ഒരു ബിസിനസ്സുകാരനായാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. എന്റെ കൺസെപ്റ്റ് അതാണ്. അപ്പൊ എന്തായാലും സാർ, ഐ നോ സാർ ഭയങ്കര ബിസിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ എമ്പുരാൻ ഇറങ്ങാൻ പോവാണ്, 3-4 ദിവസം കൂടെ ഉള്ളൂ. എല്ലായിടത്തും ക്രാഷാണ്. ബുക്ക് മൈ ഷോ മുതൽ എവിടെ ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല, ക്രാഷ്ഡാണ് മൊത്തം. എനിക്കൊന്നും അടുത്ത കാലത്ത് ഒരു ഇന്ത്യൻ സിനിമ ഇങ്ങനെ എല്ലാം ക്രാഷ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ തിയേറ്റേഴ്സും ക്രാഷ് ആവട്ടെ. സാറ് ചെയ്യുന്ന എന്താണെങ്കിലും, സിനിമയായാലും എന്റർടൈൻമെന്റ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാം ദ ബെസ്റ്റ് ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് എം സിഗ്മ ഗോകുലം. ഇനിയും ഒരുപാട് റാങ്കുകൾ വാരി കൂട്ടാൻ സാധിക്കട്ടെ. എഞ്ചിനീയേഴ്സിന് ഒരൊറ്റ, അതായത് വോട്ട് എവർ എഞ്ചിനീയറിംഗ് യു ഡസ് എം സിഗ്മ ഗോകുലം എന്നുള്ള ഒരു സാറാണല്ലോ എല്ലാം. അപ്പം താങ്ക് യു വെരി മച്ച്. മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു, നിമിത്തം മാത്രമേ ഞാൻ മനസ്സിലായി. ഈ നിമിത്തങ്ങളാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതെ, ഒരാള് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോയിന്റ് വെച്ച് ആക്സിഡന്റ് ആയി, അത് നിമിത്തം എന്ന് പറയും. അതെ, അത് ആ നിമിത്തമാണ് നമ്മൾ തുടർന്നിരിക്കുന്നത്. അതെ, ഇദ്ദേഹം നമ്മൾ പരിചയപ്പെടാണ്ട് അവര് പിന്നെ മാർക്ക് വാങ്ങി ജയിച്ചവട്ടാണ്. ഞാൻ അദ്ദേഹം കാണൂല. അപ്പൊ ഇതൊരു നിമിത്തമാണ്, അതെ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു സംഭവിക്കുന്ന പ്രപഞ്ചത്തിൽ അവാച്യമായിട്ട് ശക്തിയില്ല, അത് നിയന്ത്രിക്കുന്നതാണ്. അത് നമ്മളൊക്കെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ്, അതാണ് ദൈവം. ആ ദൈവത്തിന് അതായത് എന്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് നമുക്ക് തോന്നിയാൽ നമ്മളൊരു തെറ്റും ചെയ്യില്ല, നല്ലത് മാത്രമേ. അതാണ് നമ്മൾ ദൈവമായിട്ട് കണക്കാക്കുക. സ്വയം ദൈവമായിട്ട് കാണും. അതാണ് ഏറ്റവും വേണ്ടത്. ഏറ്റവും വലിയ ആളായാലും സ്വയം ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തിനാ സ്വയം ദൈവമായിട്ട് ഞാൻ ദൈവം എന്ന് പറയുന്നതല്ല പറയാം. ദൈവം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ആളായിരിക്കണം, ഒരു വഞ്ചന ചട്നി ഉണ്ടായിരുന്നു, വളരെ സ്ട്രൈറ്റ് ഫോർവേഡ്. അതാണ് ദൈവം എന്ന് പറയുന്നത് അല്ലേ? അത് നമ്മൾ സ്വയമാകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അത് ആത്മീയത്തിന് ശക്തി. അപ്പം അതാണ് ശരിക്കും നമ്മൾ ഒരു മനുഷ്യനായി മാറാനുള്ള ഏറ്റവും നല്ലത്. സ്വന്തം കണ്ടെത്തുക, ഞാൻ ആരാണെന്ന് മനസ്സിലാവും. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് വിജയിക്കാൻ പറ്റും. ഇതൊരു ആത്മീയത്തിന്റെ ഭാഗം, ദൈവവിശ്വാസം എന്നത് ഞാൻ കരുതുന്നതാണ്. അപ്പൊ ഇനി ഒരുപാട് കുട്ടികൾക്ക് അച്ചീവ്മെന്റും ഒരു പുതിയ ലൈഫും കാണാനുള്ള ഒരു നിമിത്തമാവട്ടെ എം സിഗ്മ ഗോകുലം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.